Good morning, students. I hope that you all are well. And I really hope that you have watched my previous video lecture. അപ്പോൾ അന്ന് നിങ്ങൾ കുറച്ച് വോയിസ് കംപ്ലയിൻസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. സോ ഐ ഡിസൈഡഡ് ടു കട്ട് മൈ വീഡിയോ ആൻഡ് ജസ്റ്റ് ഷോ യു മൈ നോട്ട്സ് ഇൻ ഫ്രണ്ട് ഓഫ് ദ സ്ക്രീൻ. So in the last class, we discussed about what is linguistics. Or introduction to linguistics. What is linguistics? What is the scope of linguistics? And what are the different branches of linguistics? അപ്പോൾ ലിംഗ്വിസ്റ്റിക്സിനെ നമ്മൾ മേജറായിട്ടും രണ്ട് ബ്രാഞ്ചായിട്ട് ഡിവൈഡ് ചെയ്തു, മൈക്രോ ആൻഡ് മാക്രോ ലിംഗ്വിസ്റ്റിക്സ്. മൈക്രോ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഒരു നാരോ വ്യൂ ഓഫ് ലിംഗ്വിസ്റ്റിക്സ്, ആൻഡ് മാക്രോ ലിംഗ്വിസ്റ്റിക്സ് ഇസ് എ ബ്രോഡർ വ്യൂ ഓഫ് ലിംഗ്വിസ്റ്റിക്സ്. പിന്നെ ഇതിന് രണ്ടിനും കീഴിൽ വരുന്ന ഡിഫറെൻറ്റ് സബ് ബ്രാഞ്ചസിനെ പറ്റിയിട്ടും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. സോ ദാറ്റ് ബ്രിങ്സ് us to our next lesson, which is a very important lesson. So we will discuss about the key concepts in linguistics. ലിംഗ്വിസ്റ്റിക്സിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സിനെ പറ്റിയിട്ടാണ് ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം മോഡേൺ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ 20th സെഞ്ച്വറിയുടെ ബിഗിനിങ്ങിലാണ് മോഡേൺ ലിംഗ്വിസ്റ്റിക്സിൻ്റെ കോൺസെപ്റ്റ്സ് ഒക്കെ ക്രിയേറ്റഡ് ആയിട്ട് വരുന്നത്. അപ്പോൾ അതിൽ ഒരുപാട് ഡിഫറെൻറ്റ് സ്കൂൾസ് ഓഫ് ലിംഗ്വിസ്റ്റിക്സ് ഉണ്ടായിരുന്നു, പല ഗ്രൂപ്പുകളുണ്ടായിരുന്നു ലിംഗ്വിസ്റ്റിൻ്റെ. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് സ്കൂൾസാണ് ഇവിടെ വരുന്നത്. ഇവിടെ നമ്മൾ കാണുന്ന നമ്പർ 1 അമേരിക്കൻ സ്കൂൾ ഓഫ് സ്ട്രക്ചറൽ ആന്ത്രോപോളജിസ്റ്റ്. ഇതിൽ വരുന്ന ആൾക്കാരാണ് ലെനാർഡ് ബ്ലൂംഫീൽഡ് ആൻഡ് നോം ചോംസ്കി. അപ്പോൾ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് അമേരിക്കൻസിൻ്റെ ഗ്രൂപ്പിൽ വരുന്നത് ലെനാർഡ് ബ്ലൂംഫീൽഡ് ആൻഡ് നോം ചോംസ്കി. ഈ പേരുകളൊക്കെ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നെയിംസ് ആണ്. ഇനി തുടർന്ന് അങ്ങോട്ട് ലിംഗ്വിസ്റ്റിക്സ് പഠിക്കുമ്പോൾ വളരെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന നെയിംസ് ആണ് ബ്ലൂംഫീൽഡിൻ്റെയും ചോംസ്കിയുടെ, ആൻഡ് ദേ ആർ അമേരിക്കൻസ്. ആൻഡ് ദെൻ യൂറോപ്യൻ ലിംഗ്വിസ്റ്റുകളുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നെയിമാണ്, ഹി ഈസ് എ സ്വിസ് ലിംഗ്വിസ്റ്റ്, സ്വിറ്റ്സർലാൻഡുകാരനായ ഫെർഡിനൻഡ് ഡി സൊസൂർ. അപ്പോൾ ഇങ്ങനെ രണ്ട് സ്കൂൾ ഓഫ് ലിംഗ്വിസ്റ്റ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ഡിഫറെൻറ്റ് ഇൻഫ്ലുവൻഷ്യൽ സ്കൂൾസ് ഓഫ് ലിംഗ്വിസ്റ്റ്, അമേരിക്കൻ സ്കൂൾ ആൻഡ് യൂറോപ്യൻ ലിംഗ്വിസ്റ്റ്. ഓക്കെ, ഇനി നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സിലേക്ക് പോകാം. ഫസ്റ്റ് കോൺസെപ്റ്റ് ഐ വോണ്ട് ടു ഇൻട്രൊഡ്യൂസ് ഇസ് ലാങ് ആൻഡ് പെരോൾ. ഐ വിൽ റിപ്പീറ്റ്, ലാങ് ആൻഡ് പെരോൾ. ഈ കോൺസെപ്റ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഫെർഡിനൻഡ് ഡി സൊസൂർ ആണ്. ഫെർഡിനൻഡ് ഡി സൊസൂർ, ഹി ഈസ് എ സ്വിസ് ലിംഗ്വിസ്റ്റ്, സ്വിറ്റ്സർലാൻഡുകാരനായ നമ്മുടെ ലിംഗ്വിസ്റ്റ് ആണ് ഫെർഡിനൻഡ് ഡി സൊസൂർ. അയാൾ ഈ രണ്ട് കോൺസെപ്റ്റ്സിനെ പറ്റി ആദ്യമായിട്ട് പറയുന്നത് അയാളാണ്, ലാങ് ആൻഡ് പെരോൾ. ഇനി എന്താണ് ലാങ്, എന്താണ് പെരോൾ? ലാങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതൊരു ഭാഷ പഠിക്കുമ്പോഴും, ഇപ്പം മലയാളം നിങ്ങൾ ബേബീസ് ആയിരുന്നപ്പോൾ തൊട്ട് മലയാളം നിങ്ങൾ കേട്ട് പഠിക്കുന്നുണ്ട് അല്ലേ? അപ്പം നിങ്ങൾക്ക് ആരെങ്കിലും അതിൻ്റെ ഗ്രാമർ വല്ലതും പഠിപ്പിച്ചു തന്നോ നിങ്ങൾ തൊട്ടിൽ കിടക്കുമ്പോഴത്തേക്ക്? ഇല്ല. നിങ്ങൾ സ്വാഭാവികമായിട്ടും ഒബ്സർവേഷനിലൂടെയും നിങ്ങൾ ഇമിറ്റേഷനിലൂടെയുമാണ് നിങ്ങൾ മലയാളം പഠിച്ചെടുത്തത്. സോ ദാറ്റ് മീൻസ് ദാറ്റ് നമുക്കറിയാവുന്ന ഏതൊരു ലാംഗ്വേജിനും ദർ ഇസ് എൻ അണ്ടർലൈയിങ് സിസ്റ്റം ഓഫ് റൂൾസ് ആൻഡ് കൺവെൻഷൻസ്. ഏതൊരു ലാംഗ്വേജിലും ദർ ഇസ് എൻ അണ്ടർലൈയിങ് സിസ്റ്റം ഓഫ് റൂൾസ് ആൻഡ് കൺവെൻഷൻസ്. അപ്പോൾ ഈ റൂൾ എന്താണെന്ന് ചോദിച്ചാൽ, മലയാളത്തിൻ്റെ റൂൾ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ അറിയില്ല. ബട്ട് യു നോ ദാറ്റ് ഇപ്പം ഞാനൊരു റോങ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നു, അടിച്ചു കൊന്നു, രാമനെ രാവണൻ അടിച്ചു കൊന്നു എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്കറിയാം ഇത് പൊയറ്റിക്കാണ്. പക്ഷേ ഗ്രാമാറ്റിക്കലി ശരിയാണ്, പക്ഷെ അതിൻ്റെ കഥയിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ അതുപോലെ തന്നെ ഞാൻ പറയാണ്, ഞാൻ പോയി അവിടെ, എവിടെ വന്നു നീ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം അത് വളരെ ഒരു അൺഗ്രാമാറ്റിക്കലായിട്ടുള്ള, ഗ്രാമർ തെറ്റായിട്ടുള്ളൊരു സെൻറ്റൻസ് ആണ്. പക്ഷെ എന്താണ് തെറ്റെന്ന് ചൂണ്ടിക്കാണിക്കാൻ ചിലപ്പോൾ നിങ്ങളെ കൊണ്ട് പറ്റിക്കാണില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ഉള്ളിൽ തന്നെ ദർ ഇസ് എ സിസ്റ്റം ഓഫ് അണ്ടർലൈയിങ് റൂൾസ് ആൻഡ് കൺവെൻഷൻസ്. അപ്പോൾ അതിനാണ് ലാങ് എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾക്ക് 2 ഭാഷ അറിയാം, മലയാളവും അറിയാം, ഇംഗ്ലീഷും അറിയാം. അപ്പം നിങ്ങളുടെ ഉള്ളിൽ 2 ലാങ് കാണും, മലയാളത്തിൻ്റെ ലാങ്ങും ഇംഗ്ലീഷിൻ്റെ ലാങ്ങും. മലയാളവും ഇംഗ്ലീഷും ഹിന്ദിയും തമിഴും അറിയാവുന്ന ആൾക്കാർക്ക് 4 ഡിഫറെൻറ്റ് ലാങ്സ് ഉണ്ടാവും. അപ്പം ലാങ് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു സൊസൈറ്റി, ഇപ്പം മലയാളം സംസാരിക്കുന്ന എല്ലാവരും എഗ്രി ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, മലയാളം ഈ രീതിയിൽ വേണം സംസാരിക്കാൻ, ഇങ്ങനെ വേറൊരു രീതിയിൽ സംസാരിച്ചാൽ അത് തെറ്റായിരിക്കും. അപ്പം ലാങ്ങിൻ്റെ 3 പ്രോപ്പർട്ടീസ് ആണ് അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ലാങ് ഇസ് സോഷ്യൽ. ഇവിടെ കണ്ടോ, ലാങ് ഇസ് സോഷ്യൽ. സോഷ്യൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഷെയർഡ് ബൈ ഓൾ ദ സ്പീക്കേഴ്സ് ഓഫ് എ ലാംഗ്വേജ്. ഒരു ലാംഗ്വേജ് സംസാരിക്കുന്ന എല്ലാ സ്പീക്കേഴ്സിനും കോമൺ ആയിട്ടുള്ള റൂൾസ് ആയിരിക്കും ഉണ്ടാകുക.
സെക്കൻഡ് തിങ് ഇസ് ലാങ് ഇസ് അബ്സ്ട്രാക്റ്റ്. എൻ്റെ ലാങ്, മലയാളം ലാങ് എന്ന് പറയുന്നത് എനിക്ക് തൊട്ട് കാണിക്കാനോ എഴുതി കാണിക്കാനോ ഒന്നും കഴിയില്ല. പക്ഷെ അത് ഉള്ള ഒരു കാര്യമാണ്. ഇപ്പം സ്നേഹം എന്ന് പറയുന്ന സാധനം, എനിക്ക് നിങ്ങളോട് സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷെ ആ സ്നേഹം എനിക്ക് തൊട്ട് കാണിക്കാനോ അത് എടുത്ത് നിങ്ങൾക്ക് തരാനോ ഒന്നും പറ്റത്തില്ല. പക്ഷെ സ്നേഹം ഉണ്ട്. അങ്ങനെ ഒരു എക്സിസ്റ്റൻസിനാണ് നമ്മൾ അബ്സ്ട്രാക്റ്റ് എന്ന് പറയുന്നത്. ലാങ്ങും അബ്സ്ട്രാക്റ്റ് ആണ്. അത് സ്പീക്കേഴ്സിൻ്റെ മനസ്സിലുള്ള ഒരു സംഭവമാണ്. ഇനി മൂന്നാമത്തെ ലാങ്ങിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ലാങ് ഇസ് ലെജിസ്ലേറ്റീവ്. ലെജിസ്ലേറ്റീവ് എന്ന് പറഞ്ഞാൽ ഡീലിംഗ് വിത്ത് ലോസ് ആൻഡ് റൂൾസ് ഗവേണിങ് എ ലാംഗ്വേജ്. റൂൾസുമായിട്ട് ബന്ധപ്പെട്ട ഏതൊരു ഭാഗത്തിനും നമ്മൾ ലെജിസ്ലേറ്റീവ് എന്ന് പറയും. അപ്പോൾ ലാങ്ങിൻ്റെ 3 കണ്ടീഷൻസ് ആണ്, 3 ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ലാങ് ഇസ് സോഷ്യൽ, ലാങ് ഇസ് അബ്സ്ട്രാക്റ്റ്, ലാങ് ഇസ് ലെജിസ്ലേറ്റീവ്. അപ്പോൾ എന്താണ് ലാങ് എന്ന് ചോദിച്ചാൽ, ലാങ് ഇസ് ഓൾ ദി റൂൾസ് ആൻഡ് കൺവെൻഷൻസ് റിഗാർഡിംഗ് കോമ്പിനേഷൻ ഓഫ് സൗണ്ട്സ്, ഫോർമേഷൻ ഓഫ് വേർഡ്സ് ആൻഡ് സെൻറ്റൻസസ്, പ്രൊനൗൺസിയേഷൻ ആൻഡ് മീനിങ്. ഇപ്പോൾ ഏതൊരു ലാംഗ്വേജിലും അതിലെ ശബ്ദങ്ങളെപ്പറ്റി, അതിലെ വാക്കുകളും സെൻറ്റൻസും ഫോം ചെയ്യുന്നതിനെ പറ്റി, പ്രൊനൗൺസിയേഷനെ പറ്റി, അർത്ഥത്തിനെ പറ്റി ചില റൂൾസ് ഉണ്ട്. അതാരും എഴുതി വെച്ച റൂൾസ് അല്ല, ഒരു സ്പീക്കറിന് അത് സ്വാഭാവികമായിട്ടും അറിയാവുന്ന സംഭവമാണ്. അതിനാണ് ലാങ് എന്ന് പറയുന്നത്. ഇനി പരോൾ എന്താണെന്ന് നോക്കാം. പെരോൾ എന്ന് പറഞ്ഞാൽ ഓരോ ഇൻഡിവിജ്വലും, ഇപ്പം നമ്മളെല്ലാവരും തന്നെ മലയാളത്തിൻ്റെ റൂൾസ് എല്ലാം നമുക്ക് കോമൺ ആയിട്ട് അറിയാം, നമുക്കാരും പഠിപ്പിച്ചു തന്നില്ലെങ്കിലും. പക്ഷേ ഞാൻ മലയാളം സംസാരിക്കുന്നത് പോലെയല്ല നിങ്ങളിൽ പലരും മലയാളം സംസാരിക്കുന്നത്. ഇപ്പം നമുക്ക് 10 പേർക്ക് 40 മലയാളം കാണും. ആ ഒരു ഇൻസ്റ്റൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ പെരോൾ ബിലോങ്സ് ടു ദ ഇൻഡിവിജ്വൽ. നമുക്ക് റൂൾസ് എല്ലാം അറിയാം, പക്ഷെ നമ്മൾ അതുപയോഗിച്ച് വി ആർ സ്പീക്കിംഗ് ഓർ റൈറ്റിംഗ്. ആ സ്പീച്ചിനെയോ റൈറ്റിങ്ങിനെയോ ആണ് നമ്മൾ പെരോൾ എന്ന് പറയുന്നത്. അപ്പോൾ യുവർ സ്പീച്ച് ആൻഡ് യുവർ റൈറ്റിംഗ് ഇസ് യുവർ പെരോൾ. അപ്പോൾ നിങ്ങൾക്ക് മലയാളത്തിൽ ഒരു പെർട്ടിക്കുലർ രീതിയിലുള്ള ഒരു പെരോള് കാണും, ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് വേറൊരു പെരോളായിരിക്കും, ഹിന്ദിയിൽ നിങ്ങൾക്ക് വേറൊരു പെരോളായിരിക്കും. അപ്പം നിങ്ങൾക്ക് അറിയാവുന്ന ഭാഷകളിലെല്ലാം നിങ്ങൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കും നിങ്ങളത് യൂസ് ചെയ്യുന്നത്, ഈ ലാംഗ്വേജസ്. അപ്പോൾ പെരോൾ എന്ന് പറഞ്ഞാൽ ചോദിച്ചാൽ എന്താണെന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് ദി ആക്ച്വൽ സൗണ്ട്സ് ആൻഡ് സെൻറ്റൻസസ് പ്രൊഡ്യൂസ് ബൈ ദ ഇൻഡിവിജ്വൽ സ്പീക്കർ ഓർ റൈറ്റർ. ഞാൻ സംസാരിക്കുകയും എഴുതുകയും ചെയ്യുന്ന സെൻറ്റൻസസിനാണ് എൻ്റെ പെരോൾ എന്ന് പറയുന്നത്, സെൻറ്റൻസസും സൗണ്ട്സും. ഇനി പെരോളിൻ്റെ 3 ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് നോക്കാം. പെരോൾ ഇസ് ഇൻഡിവിജ്വൽ. ഓരോ വ്യക്തിക്കും അവരുടേതായിട്ടുള്ള പെരോൾ ഉണ്ട്. പെരോൾ ഇസ് കോൺക്രീറ്റ്. പെരോൾ നമുക്ക് കൃത്യമായിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റും. ഞാൻ എഴുതുന്നത് നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ പറ്റും, അത് കാണാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അതുപോലെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പോൾ പെരോൾ ഇസ് കോൺക്രീറ്റ്. ഇനി മൂന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറഞ്ഞാൽ പെരോൾ ഇസ് എക്സിക്യൂട്ടീവ്. എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ മാനിഫെസ്റ്റേഷൻ ഓഫ് ഇൻറ്റേർണലൈസ്ഡ് ലാംഗ്വേജ് റൂൾസ്. നിങ്ങളുടെ മനസ്സിലുള്ള ലാംഗ്വേജിൻ്റെ റൂൾസ് വെച്ച് നിങ്ങളത് പ്രയോഗിക്കുകയാണ്. അപ്പോൾ എക്സ്റ്റേണലി നിങ്ങൾ എഴുതുകയോ അല്ലെങ്കിൽ സംസാരിക്കുകയോ ചെയ്യുന്നു, അതുകൊണ്ട് അതിനെ എക്സിക്യൂട്ടീവ് എന്ന് പറയും. അപ്പോൾ പെരോൾ എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വലിൻ്റേതായിട്ടുള്ളൊരു സംഭവമാണ്. നമുക്കറിയാവുന്ന റൂൾസ് വെച്ച് നമ്മൾ ലാംഗ്വേജ് എങ്ങനെയാണോ എക്സ്പ്രസ് ചെയ്യുന്നത് അതിനാണ് നമ്മുടെ പെരോൾ എന്ന് പറയുന്നത്. ആക്ച്വൽ സൗണ്ട്സ് ആൻഡ് സെൻറ്റൻസസ് വിച്ച് വി റൈറ്റ് ഓർ സ്പീക്ക്, അതിനാണ് പെരോൾ എന്ന് പറയുന്നത്. പെരോളിൻ്റെ 3 ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റീസ് ആണുള്ളത്. പെരോൾ ഇസ് ഇൻഡിവിജ്വൽ, പെരോൾ ഇസ് കോൺക്രീറ്റ് ആൻഡ് പെരോൾ ഇസ് എക്സിക്യൂട്ടീവ്. അപ്പോൾ ഈ 2 കോൺസെപ്റ്റ്സും പുട്ട് ഫോർവേഡ് ചെയ്ത് ഫെർഡിനൻഡ് ഡി സൊസൂർ, എ സ്വിസ് ലിംഗ്വിസ്റ്റ്. അപ്പോൾ ഇയാൾ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇയാൾ പറഞ്ഞു വി ക്യാൻ സ്റ്റഡി ഒൺലി ലാങ് നോട്ട് പെരോൾ. നമുക്ക് ലാങ് മാത്രമേ പഠിക്കാൻ പറ്റൂ. ഇപ്പം നമ്മൾ ഗ്രാമറൊക്കെ പഠിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ലാങ് ആണ് നമ്മൾ ശരിക്കും പഠിക്കുന്നത്, പെരോൾ അല്ല. അപ്പം പെരോൾ ഇപ്പം നിങ്ങൾ ഓരോരുത്തരുടെയും മലയാളം പഠിക്കുക എന്ന് പറയുന്നത് അതെന്തൊരു പ്രയാസമുള്ളൊരു കാര്യമായിരിക്കും. അതിനേക്കാൾ ഈസിയാണ് ശുദ്ധമായ മലയാളം എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പഠിക്കുന്നത്. അപ്പം ലാങ് ഇസ് വെൽ ഡിഫൈൻഡ്, ലാങ് ഇസ് ഹോമോജനസ്, എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള കാര്യമായതുകൊണ്ട് ലാങ് പഠിക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത് എന്നാണ് സൊസൂർ പറഞ്ഞത്. സോ ദാറ്റ് ബ്രിങ്സ് us ടു ദി എൻഡ് ഓഫ് ലാങ് ആൻഡ് പെരോൾ. ഇനി അടുത്ത 2 കോൺസെപ്റ്റ്സിലേക്ക് നമുക്ക് പോവാം, കോമ്പീറ്റൻസ് ആൻഡ് പെർഫോമൻസ്. അപ്പം ലാങ്ങും പെരോളും പോലെ തന്നെയുള്ള ഒരു കോൺസെപ്റ്റാണ് കോമ്പീറ്റൻസും പെർഫോമൻസും. അപ്പം ലാങ്ങിനെയും പെരോളിനെയും പറ്റി സംസാരിച്ചത് ഫെർഡിനൻഡ് ഡി സൊസൂർ ആയിരുന്നു. പക്ഷെ ഇതേ കോൺസെപ്റ്റ്സിനെ പറ്റി നോം ചോംസ്കി എന്ന് പറഞ്ഞ അമേരിക്കൻ ലിംഗ്വിസ്റ്റ് ഇതിനെപ്പറ്റി പഠിച്ചു. ഹി ഓൾസോ മെയ്ഡ് എ സിമിലർ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ 2 കോൺസെപ്റ്റ്സ്. പക്ഷെ അയാൾ കൊടുത്ത പേരുകൾ
ഹി നെയിംഡ് ഇറ്റ് കോമ്പീറ്റൻസ് ആൻഡ് പെർഫോമൻസ്. ഇപ്പം കോമ്പീറ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു നേറ്റീവ് സ്പീക്കേഴ്സ് നോളജ് അബൌട്ട് ഹിസ് ഓർ ഹെർ ഓൺ ലാംഗ്വേജ്. ഇപ്പം എൻ്റെ മദർ ടങ് എന്ന് പറയുന്നത് മലയാളമാണ്. അപ്പോൾ മലയാളത്തിനെ പറ്റിയിട്ടുള്ള എൻ്റെ ഉള്ളിൽ ചില റൂൾസ് ഉണ്ട്. ആരും എനിക്ക് പഠിപ്പിച്ചു തന്നതല്ല. എൻ്റെ ഉള്ളിൽ നാച്ചുറലി എനിക്ക് അറിയാവുന്ന ചില ഒരു സിസ്റ്റം ഓഫ് റൂൾസ് ഉണ്ട്. അതിനാണ് എൻ്റെ ലിംഗ്വിസ്റ്റിക് കോമ്പീറ്റൻസ് എന്ന് പറയുന്നത്. ഇനി കോമ്പീറ്റൻസും ലാങ്ങും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ, എനിക്കിപ്പോൾ 4 ഭാഷ അറിയാം. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്. അപ്പോൾ എനിക്ക് 4 ലാങ് ഉണ്ട്. പക്ഷേ എൻ്റെ മദർ ടങ് മലയാളമാണ്. അപ്പോൾ എനിക്ക് ഒരു കോമ്പീറ്റൻസേ ഉള്ളൂ, മലയാളത്തിലുള്ള കോമ്പീറ്റൻസ്. അപ്പം നേറ്റീവ് സ്പീക്കർ ആയിരിക്കണം എന്നുള്ളതാണ് കോമ്പീറ്റൻസിൻ്റെ ഒരേ ഒരു കണ്ടീഷൻ. ഇനി പെർഫോമൻസ് എന്താണെന്ന് ചോദിച്ചാൽ, പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ എൻ്റെ കോമ്പീറ്റൻസ് യൂസ് ചെയ്ത് ഞാൻ മലയാളത്തിൽ ആക്ച്വൽ സെൻറ്റൻസസ് റിയൽ ലൈഫ് സിറ്റുവേഷൻസിൽ യൂസ് ചെയ്യുന്നു. ദാറ്റ് ഇസ് കോൾഡ് മൈ ലിംഗ്വിസ്റ്റിക് പെർഫോമൻസ്. അപ്പം മൈ ലിംഗ്വിസ്റ്റിക് കോമ്പീറ്റൻസ് ഇസ് മൈ, as a native speaker, I have knowledge of my own language. I have mastery of the system of rules. And my linguistic performance is the production of actual sentences in use in real life situations. അപ്പോൾ ഇതാണ് കോമ്പീറ്റൻസും പെർഫോമൻസും. ഇറ്റ് ഇസ് മച്ച് ലൈക്ക് ലാങ് ആൻഡ് പെറോൾ. പക്ഷെ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. കോമ്പീറ്റൻസ് എന്ന് പറഞ്ഞാൽ എൻ്റെ മദർ ടങ് ആയിരിക്കണം കോമ്പീറ്റൻസും പെർഫോമൻസും വരുന്നത്. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് കോൺസെപ്റ്റ്, സിഗ്നിഫയർ ആൻഡ് സിഗ്നിഫൈഡ്. സിഗ്നിഫയർ ആൻഡ് സിഗ്നിഫൈഡ്. ഈ കോൺസെപ്റ്റും ഇൻട്രൊഡ്യൂസ് ചെയ്തത് സൊസൂർ ആണ്, ഫെർഡിനൻഡ് ഡി സൊസൂർ. അയാളാണ് ആക്ച്വലി നമ്മുടെ മിക്കവാറും കീ കോൺസെപ്റ്റ്സ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് സൊസൂറാണ്. അപ്പോൾ സൊസൂർ പറഞ്ഞൊരു കാര്യം, ലാംഗ്വേജ് ഇസ് എ സിസ്റ്റം മെയ്ഡ് അപ്പ് ഓഫ് സൈൻസ്. സൈൻസ് ആണ് നമ്മൾ SIGNS, സൈൻസ് യൂസ് ചെയ്തിട്ടാണ് ലാംഗ്വേജ് ബിൽഡപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സയൻസിനെ പറ്റിയിട്ടുള്ള സ്റ്റഡിക്കാണ് നമ്മൾ സെമയോട്ടിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റഡി ഓഫ് സയൻസ് ഇൻ കൾച്ചർ ആൻഡ് സൊസൈറ്റി ഈസ് കോൾഡ് സെമയോട്ടിക്സ്. സ്റ്റഡി ഓഫ് സയൻസ് ഇൻ കൾച്ചർ ആൻഡ് സൊസൈറ്റി ഈസ് കോൾഡ് സെമയോട്ടിക്സ്. അപ്പോൾ ഒരു സൈൻ എന്ന് പറഞ്ഞാൽ സൈനിന് 2 പാർട്സ് ഉണ്ടാവും. വൺ പാർട്ട് ഇസ് കോൾഡ് ദ സിഗ്നിഫയർ, ദി അതർ പാർട്ട് ഇസ് കോൾഡ് ദ സിഗ്നിഫൈഡ്. സിഗ്നിഫയർ, സിഗ്നിഫൈഡ്. ഇപ്പം ഞാൻ നിങ്ങളോട് പറയാണ്, ഇമാജിൻ എ ഡോഗ് ആൻഡ് ഐ ആസ്ക് യു ടു ഡിസ്ക്രൈബ് ദാറ്റ് ഡോഗ്. നിങ്ങളുടെ ഓരോരുത്തരുടെ മനസ്സിൽ ഡിഫറെൻറ്റ് ഡോഗ്സ് ആയിരിക്കും. ചില ആൾക്കാർ നല്ല പോമറേമിയൻ പട്ടിയായിരിക്കും മനസ്സിൽ ഓർക്കുന്നത്, ചില ആൾക്കാർ അവരുടെ വീട്ടിൽ വളർത്തുന്ന നായ്ക്കുട്ടിയായിരിക്കും ഓർക്കുന്നത്, ചില ആൾക്കാർ വലിയ ഡോബർമാനെയോ ജർമ്മൻ ഷെപ്പേർഡിനെയോ മറ്റോ ആയിരിക്കും ഓർക്കുന്നത്. ബട്ട് ദ തിങ് ഇസ്, ഞാൻ ഒരു വേർഡ് മാത്രമേ പറഞ്ഞുള്ളൂ, ഡോഗ്. പക്ഷെ നിങ്ങളുടെ മനസ്സിൽ വന്ന പിക്ചേഴ്സ് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള പിക്ചേഴ്സാണ്. അപ്പം ഞാൻ പറഞ്ഞ ആ വേർഡ്, ഡോഗ് എന്ന് പറഞ്ഞ വേർഡാണ് സിഗ്നിഫയർ. അത് കേട്ടപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വന്ന ഡിഫറെൻറ്റ് ഇമേജസിനാണ്, മെൻ്റൽ ഇമേജ് അല്ലെങ്കിൽ കോൺസെപ്റ്റ്സിനാണ് സിഗ്നിഫൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ സിഗ്നിഫയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ റിട്ടൺ ഓർ പ്രൊനൗൺസ്ഡ് വേർഡ് ഓർ സൗണ്ട്. റിട്ടൺ ഓർ പ്രൊനൗൺസ്ഡ് വേർഡ് ഓർ സൗണ്ട്. ഇപ്പം ഞാൻ നിങ്ങളോട് ഡോഗ് എന്ന് പറഞ്ഞു, അപ്പം നിങ്ങളത് കേട്ടു, അപ്പോൾ ആ വേർഡ് നിങ്ങൾ കേട്ടു, അപ്പോൾ ആ വേർഡാണ് സിഗ്നിഫയർ എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ അതിന് പകരം ഡോഗ് എന്ന് എഴുതി, നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് എഴുതി, അപ്പോഴും അത് സിഗ്നിഫയർ ആണ്. കാരണം അത് വായിക്കുകയോ കേൾക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഐഡിയാസ് വരും. ഈ വരുന്ന ഐഡിയാസ് അല്ലെങ്കിൽ കോൺസെപ്റ്റ്സ് അല്ലെങ്കിൽ ഇമേജസ്, ദിസ് ഇമേജ് ഇസ് കോൾഡ് സിഗ്നിഫൈഡ്. കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഇമേജിന് സിഗ്നിഫൈഡ് എന്ന് പറയും. സോ സൈൻ ഇസ് മെയ്ഡ് അപ്പ് ഓഫ് 2 കോമ്പണൻസ്, സിഗ്നിഫയർ ആൻഡ് സിഗ്നിഫൈഡ്. സിഗ്നിഫയർ ഇസ് എ റിട്ടൺ ഓർ പ്രൊനൗൺസ്ഡ് വേർഡ് ഓർ സൗണ്ട്. Signified is the mental image or concept you get when you hear or read this particular word. ഇനി വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഈ സിഗ്നിഫയറും സിഗ്നിഫൈഡും തമ്മിലുള്ള റിലേഷൻ ഇസ് ആർബിട്രറി. ആർബിട്രറി എന്ന് പറഞ്ഞാൽ ഈ പട്ടി എന്ന് പറയുന്ന ജന്തുവിന് പട്ടി എന്ന് പേര് വരാൻ എന്താ കാരണം? പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ഇപ്പം ശ്രീനിവാസൻ ഒരു പടത്തിൽ പറയുന്നത് പോലെ, ഇതൊരു കത്തിയല്ല എന്നൊക്കെ പറയുന്ന പോലെ ഓരോ സാധനത്തിനും ഓരോ പേര് കൊടുത്തു. അത് ആ പേരും ആ സാധനവും തമ്മിൽ സത്യം പറഞ്ഞാൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അങ്ങനെ ഒരു ബന്ധമില്ലാത്ത ബന്ധത്തിനാണ് ആർബിട്രറി റിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫൈനലി ടു സം ഇറ്റ് അപ്പ്,
sign is composed of signifier and signified. The relationship between signifier and signified is arbitrary. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. Let's go to the next key concepts. Syntagmatic and paradigmatic relationship. Syntagmatic and paradigmatic relationship. അപ്പം നമ്മൾ നേരത്തെ കഴിഞ്ഞ സെമസ്റ്ററിൽ തന്നെ നമ്മൾ പഠിച്ചിരുന്നു ലാംഗ്വേജ് ഇസ് സ്ട്രക്ചേർഡ് ആൻഡ് ദാറ്റ് ലാംഗ്വേജ് ഇസ് എ സിസ്റ്റം ഓഫ് സിസ്റ്റംസ്. പല സിസ്റ്റംസ് കൂടി ചേർന്ന ഒരു സിസ്റ്റമാണ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ. അതിൽ സൗണ്ട്സ് വരും, സൗണ്ട്സിൻ്റെ കോമ്പിനേഷൻസ് വരും, മോർഫീംസ് വരും, വേർഡ്സ് വരും, ക്ലോസസ്, ഫ്രേസസ്, സെൻറ്റൻസസ് ആൻഡ് ചങ്ക്സ് ഓഫ് സെൻറ്റൻസസ്, പാരഗ്രാഫ്സ്, എസ്സേസ്, അങ്ങനെ പല തരത്തിലുള്ള സിസ്റ്റംസ് ആണ് ഒരു ലാംഗ്വേജിനകത്ത് വരുന്നത്. ഈ സിസ്റ്റംസ് എല്ലാം തമ്മിൽ ചില തരത്തിലുള്ള റിലേഷൻഷിപ്സ് എക്സിസ്റ്റ്. സോ വേർഡ്സ് തമ്മിലൊരു റിലേഷൻ ഉണ്ടാകും. ആ റിലേഷനിലൂടെയാണ് ഒരു സെൻറ്റൻസ് ഉണ്ടാകുന്നത്. അങ്ങനെ പല തരത്തിലുള്ള റിലേഷൻ, സൗണ്ട്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പിലൂടെയാണ് വേർഡ്സ് ഉണ്ടാകുന്നത്. അങ്ങനെ പലതരത്തിലുള്ള റിലേഷൻഷിപ്സ് ഉണ്ടാവാറുണ്ട്. ഇപ്പം നമ്മൾ ഒരു എക്സാമ്പിൾ പറയാം. ടേക്ക് എന്ന് പറഞ്ഞൊരു വേർഡ്, ടേക്ക് അല്ലേ? ടേക്ക് എന്ന് പറഞ്ഞൊരു വേർഡിന് 3 സൗണ്ട്സ് ആണുള്ളത്. ട്, എയ്, ക. ട്, എയ്, ക. അപ്പം ഇനി നിങ്ങൾ ഈ ട് എന്നുള്ളതിന് പകരം യു ആർ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ക എന്ന് പറയുമ്പോഴത്തേക്ക് ആ വേർഡ് മാറി കേക്ക് ആവും. ടേക്കിന് പകരം കേക്ക് ആവും. ഇപ്പം ടേക്ക് പകരം നമ്മൾ ബ ഇടുകയാണെങ്കിൽ അത് ബേക്ക് ആവും. അപ്പം അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ദർ ഇസ് സം കൈൻഡ് ഓഫ് റിലേഷൻ ബിറ്റ്വീൻ ട്, ക ആൻഡ് ബ. ടയും കയും ബയും തമ്മിൽ എന്തോ ഒരു റിലേഷനുണ്ട്. ഇതെല്ലാം ഒരേ ക്ലാസ്സിൽ പെടുന്ന സൗണ്ട്സ് ആണ്. ഒന്നിന് പകരമായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് യൂസ് ചെയ്യാം. അപ്പം ഇങ്ങനെ ഒരേ സെയിം ക്ലാസ്സിൽ പെടുന്ന എലമെൻറ്റ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ നമ്മൾ പാരാഡിഗ്മാറ്റിക് റിലേഷൻ എന്ന് പറയും. ബിക്കോസ് ദേ കം അണ്ടർ വൺ ക്ലാസ്, വൺ പാരാഡിം. അപ്പോൾ ഒന്നിന് പകരം വേറൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം എന്ന് പറയുന്ന ഐറ്റംസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനാണ് നമ്മൾ പാരാഡിഗ്മാറ്റിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഇനി അവിടെ തന്നെ ദർ ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ട്, എയ് ആൻഡ് ക. ഇത് മൂന്നും ഒരു പ്രത്യേക ഓർഡറിൽ ചേരുമ്പോഴാണ് ടേക്ക് എന്ന് പറഞ്ഞ വേർഡ് ഉണ്ടാവുന്നത് തന്നെ. ട്, എയ്, ക, ഈ 3 സൗണ്ട്സ് ഒരു പ്രത്യേക ഓർഡറിൽ ചേരുമ്പോൾ മാത്രമേ ടേക്ക് എന്ന് പറഞ്ഞ വേർഡ് ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ ഈ 3 സൗണ്ട്സ് തമ്മിലുള്ള ലീനിയർ റിലേഷൻഷിപ്പ്, ഹൊറിസോണ്ടൽ റിലേഷൻഷിപ്പിനാണ് നമ്മൾ സിൻഡാഗ്മാറ്റിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഹൊറിസോണ്ടൽ റിലേഷൻഷിപ്പിന് നമ്മൾ സിൻഡാഗ്മാറ്റിക് എന്ന് പറയും. വേർട്ടിക്കൽ റിലേഷൻഷിപ്പ്, ഒന്ന് മറ്റൊന്നിന് പകരം വെക്കാവുന്ന, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവുന്ന ഐറ്റംസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിന് നമ്മൾ പാരാഡിഗ്മാറ്റിക് റിലേഷൻഷിപ്പ് എന്ന് പറയും. അതിന് മറ്റൊരു എക്സാമ്പിളിലൂടെ നമുക്ക് വ്യക്തമാക്കാം. ഇവിടെ ഈ ഒരു നിങ്ങൾ പണ്ടൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, ഒരു ഗ്രാമറിലൊക്കെ ചെയ്യുന്ന കാര്യമാണ്. ഇപ്പം ഇത് കണ്ടോ, ദ കളർ ഓഫ് ദിസ് ഷർട്ട് ഇസ് വെരി ബ്രൈറ്റ്. The volume of this music is very loud. The taste of this cheese is very salty. The blade of this knife is very sharp. അപ്പം ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കളർ, വോള്യൂം, ടേസ്റ്റ്, ബ്ലേഡ് ഇതെല്ലാം ഒരു ക്ലാസ്സിൽപ്പെട്ട ഐറ്റംസ് ആണ്. സോ ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പിന് നമുക്ക് ദിസ് ക്യാൻ ബി ടേംഡ് എ പാരാഡിഗ്മാറ്റിക് റിലേഷൻഷിപ്പ്. അതുപോലെ ഷർട്ട്, മ്യൂസിക്, ചീസ്, നൈഫ്, these all belong to the same class. So these share a paradigmatic relationship. അതുപോലെ തന്നെ the color of this shirt is very bright. അപ്പം ഈ ഇത്രയും വേർഡ്സ് തമ്മിലൊരു റിലേഷൻഷിപ്പ് ഉണ്ട്. ഇത് ഈ ഒരു പെർട്ടിക്കുലർ ഓർഡറിൽ അറേഞ്ച് ചെയ്ത് വന്നാൽ മാത്രമേ ഇറ്റ് വിൽ ബിക്കം എ മീനിങ്ഫുൾ സെൻറ്റൻസ്. അപ്പോൾ ദിസ് കൈൻഡ് ഓഫ് എ ഹൊറിസോണ്ടൽ റിലേഷൻഷിപ്പ് ഇസ് കോൾഡ് സിൻടാഗ്മാറ്റിക് റിലേഷൻഷിപ്പ്, ആൻഡ് ദിസ് കൈൻഡ് ഓഫ് എ വെർട്ടിക്കൽ റിലേഷൻഷിപ്പ് where one item can be substituted with another is called a paradigmatic relationship. Okay, അപ്പോൾ I hope that you understood what syntagmatic and paradigmatic relationship is. Paradigmatic എന്ന് പറയുമ്പോൾ ഒരു ഐറ്റത്തിന് പകരം നമ്മൾ വേറൊരു ഐറ്റം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരേ ക്ലാസ്സിൽ വരുന്ന വേർഡ്സിനെയോ സൗണ്ട്സിനെയോ ഒക്കെ നമുക്ക് they have a paradigmatic relationship എന്ന് പറയാം. സിൻടാഗ്മാറ്റിക് എന്ന് പറയുമ്പോൾ സിൻടാക്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഹൊറിസോണ്ടൽ റിലേഷൻഷിപ്പ് ആണ്. ഓക്കെ,
let's go to the next concept. So this concept is diachronic and synchronic approaches. Diachronic and synchronic approaches. Again, this concept was introduced by Ferdinand de Saussure, the Swiss linguist. അപ്പോൾ സൊസൂർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു ലാംഗ്വേജ് പഠിക്കാൻ നമുക്ക് രണ്ട് അപ്രോച്ചസ് ഉണ്ട്. ദർ ആർ ടു അപ്രോച്ചസ് ബൈ വിച്ച് വി കൻ ലേൺ എ ലാംഗ്വേജ്. ഡയക്രോണിക് അപ്രോച്ച് ആൻഡ് എ സിങ്ക്രോണിക് അപ്രോച്ച്. ഡയക്രോണിക് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഒരു ലാംഗ്വേജിൻ്റെ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റ് പഠിച്ചു വരും. ഓവർ ദ പീരിയഡ് ഓഫ് ടൈം വാട്ട് ഓൾ ചേഞ്ചസ് ഹാവ് ഹാപ്പൻഡ് ഇൻ ദാറ്റ് ലാംഗ്വേജ് അറ്റ് പെർട്ടിക്കുലർ പോയിൻറ്റ്സ് ഇൻ ടൈം. അതിനെപ്പറ്റി എല്ലാം നന്നായിട്ട് പഠിക്കും. ഫോർ എക്സാമ്പിൾ, കഴിഞ്ഞ വർഷം നമ്മൾ കഴിഞ്ഞ സെമ്മിൽ നമ്മൾ ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിച്ചു. പല സ്റ്റേജിൽ ലാംഗ്വേജിന് വന്ന പലതരത്തിലുള്ള ഡെവലപ്മെൻറ്റ്സും ചേഞ്ചസും ഒക്കെ നമ്മൾ പഠിച്ചു. സോ ദാറ്റ് കൈൻഡ് ഓഫ് എ സ്റ്റഡി ഈസ് എ ഡയക്രോണിക് സ്റ്റഡി ബിക്കോസ് ഇറ്റ് സ്റ്റഡീസ് ദ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. സിങ്ക്രോണിക് എന്ന് പറയുമ്പോഴത്തേക്ക്, സിങ്ക്രോണിക് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിൽ ലാംഗ്വേജ് എന്തായിരുന്നു അതിനെപ്പറ്റി മാത്രമേ പഠിക്കുകയുള്ളൂ. പാസ്റ്റിനെ പറ്റിയോ അത് കഴിഞ്ഞ് വന്ന സ്റ്റേജസിനെ പറ്റിയോ പഠിക്കുന്നില്ല. അപ്പം നമ്മൾ വളരെ ഒരു സിമ്പിളായിട്ടുള്ള കോഡ് നമുക്ക് യൂസ് ചെയ്യാം. ഇന്ന് കാണുന്നത് പോലത്തെ ലാംഗ്വേജ് മാത്രം നമ്മൾ പഠിക്കുന്നു. അല്ലെങ്കിൽ ഇന്നെന്നല്ല, പ്രസൻറ്റ് മാത്രമല്ല, ഒരു 1987 മലയാളം എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ പഠിക്കുന്നു. ദാറ്റ് ഇസ് എ സിങ്ക്രോണിക് സ്റ്റഡി. കാരണം ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻ്റ് ഒന്നും വരുന്നില്ല. അപ്പോൾ ലാംഗ്വേജ് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് തരത്തിലുള്ള അപ്രോച്ചസ് ഉണ്ട്, സിങ്ക്രോണിക് ആൻഡ് ഡയക്രോണിക്. ഡയക്രോണിക് എന്ന് പറയുമ്പോൾ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റ് ഓഫ് ലാംഗ്വേജ് ഓവർ എ പീരിയഡ് ഓഫ് ടൈം വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു വാട്ട് എവർ ചേഞ്ചസ് ഹാവ് ടേക്കൺ പ്ലേസ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ ലാംഗ്വേജ്. സിങ്ക്രോണിക് എന്ന് പറയുമ്പോൾ ദ സ്റ്റഡി ഓഫ് ലാംഗ്വേജ് ആസ് സീൻ അറ്റ് എ പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം. ഒരു സ്പെസിഫിക് പീരിയഡിൽ ലാംഗ്വേജ് എന്തായിരുന്നു എന്നുള്ളത്. അപ്പോൾ ആ സമയത്ത് ലാംഗ്വേജ് എന്തായിരുന്നു, അതിൻ്റെ സാമ്പിൾസ് ഒക്കെ നമ്മൾ കളക്ട് ചെയ്യുന്നു, അതിനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നു, അതിൽ നിന്ന് നമ്മളൊരു തിയറി ഉണ്ടാക്കിയെടുക്കുന്നു. സൊസൂർ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് സിങ്ക്രോണിക് അപ്രോച്ചിനാണ്. ഡയക്രോണിക് അപ്രോച്ചിനെക്കാട്ടിലും ഹി ഗേവ് ഇമ്പോർട്ടൻസ് ടു synchronic approach, and he also said that two approaches must be kept separate. So that brings us to the end of that, and let's move on to the next important concepts: grammaticality, acceptability and appropriateness. Grammaticality എന്ന് പറയുമ്പോഴത്തേക്ക്, ഇപ്പോൾ നമുക്കൊരു സെൻറ്റൻസ് കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് തോന്നണം ഇത് ഗ്രമാറ്റിക്കലാണ്, സിൻടാക്സ് എല്ലാം കറക്റ്റാണ്. ഒരു നേറ്റീവ് സ്പീക്കറിന് വളരെ എളുപ്പം അയാളുടെ ലാംഗ്വേജിലുള്ള ഗ്രമാറ്റിക്കൽ എറേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ മലയാളികളായതുകൊണ്ട് മലയാളത്തിലെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായിട്ട് പറഞ്ഞാൽ, അൺഗ്രമാറ്റിക്കലായിട്ട് പറഞ്ഞാൽ, യു ക്യാൻ ഈസിലി അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് ദാറ്റ് ഇറ്റ് ഈസ് ആക്ച്വലി എ അൺഗ്രമാറ്റിക്കൽ statement. For example, look at this statement, a sentence: a man pretty lady loved. Does it make any sense? It is ungrammatical. Grammar correct അല്ല. സോ ഗ്രമാറ്റിക്കാലിറ്റി എന്ന് പറഞ്ഞാൽ സിൻടാക്സ് എല്ലാം കറക്റ്റ് ആയിരിക്കണം, ഗ്രാമറിൻ്റെ റൂൾസ് എല്ലാം കറക്റ്റ് ആയിട്ടുള്ള ഒരു സെൻറ്റൻസിനെയാണ് നമ്മൾ ഗ്രമാറ്റിക്കാലിറ്റി എന്ന് പറയുന്നത്. കറക്റ്റ്നെസ് ഇൻ ടേംസ് ഓഫ് ദ റൂൾസ് ഓഫ് എ പെർട്ടിക്കുലർ ലാംഗ്വേജ്. കറക്റ്റ്നെസ് ഇൻ ടേംസ് ഓഫ് ദ റൂൾസ് ഓഫ് എ പെർട്ടിക്കുലർ ലാംഗ്വേജ്. ഒരു ലാംഗ്വേജിലെ റൂൾസ് എല്ലാം കറക്റ്റായിട്ട് വരണം ആ സ്റ്റേറ്റ്മെൻറ്റിൽ. ഇനി അക്സെപ്റ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ ചില സെൻറ്റൻസസ് ഗ്രാമറൊക്കെ കറക്റ്റ് ആയിരിക്കും, പക്ഷേ അതിനെന്തോ ഒരു അപാകതയുള്ളതായിട്ട് നമുക്ക് തോന്നും. ഫോർ എക്സാമ്പിൾ, നോം ചോംസ്കി ഒരു സെൻറ്റൻസ് യൂസ് ചെയ്യുന്നുണ്ട്: കളർലെസ് ഗ്രീൻ ഐഡിയാസ് സ്ലീപ്പ് ഫ്യൂറിയസ്ലി. കളർലെസ് ഗ്രീൻ ഐഡിയാസ് സ്ലീപ്പ് ഫ്യൂറിയസ്ലി. കണ്ടോ, നിങ്ങൾ സ്ക്രീനിൽ കാണാമത്. ഗ്രമാറ്റിക്കലി ദിസ് ഇസ് എ വെരി ആക്യുറേറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. കാരണം ഇതിലൊരു നൗൺ ഉണ്ട്, ഐഡിയാസ് എന്ന് പറഞ്ഞൊരു നൗൺ ഉണ്ട്, ഗ്രീൻ എന്ന് പറഞ്ഞൊരു അഡ്ജക്റ്റീവ് ഉണ്ട്, കളർലെസ് എന്ന് പറഞ്ഞിട്ടൊരു ക്വാളിഫയർ ഉണ്ട്, ഫ്യൂറിയസ്ലി എന്ന് പറഞ്ഞൊരു ആഡ്വേർബ് ഉണ്ട്, ആൻഡ് എവറിത്തിങ് ഇസ് ഇൻ ദ റൈറ്റ് ഓർഡർ. സോ ദിസ് ഇസ് എ വെരി ഗ്രമാറ്റിക്കൽ സെൻറ്റൻസ്. ബട്ട് ഡസ് ഇറ്റ് മേക്ക് എനി സെൻസ്? ഒന്നാമത്, ഐഡിയാസ് ഉറങ്ങാറില്ല, അതും ഭീകരമായിട്ട് ഒരിക്കലും ഉറങ്ങാറില്ല. അതുപോലെ ഐഡിയാസ് പച്ചയല്ല, പച്ച കളർലെസ് അല്ല. അപ്പം ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ ഇറ്റ് ഈസ് ഗ്രമാറ്റിക്കലി കറക്റ്റ്, ബട്ട് ഇറ്റ് ഈസ് നോൺ സെൻസിക്കൽ ആൻഡ് ഇറ്റ് ഈസ് നോട്ട് അക്സെപ്റ്റബിൾ.
അപ്പോൾ അക്സെപ്റ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സ്പീക്കറിൻ്റെ ലിംഗ്വിസ്റ്റിക് പെർഫോമൻസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. അതായത് റിയൽ ലൈഫിൽ അയാൾ സംസാരിക്കുമ്പോൾ അതിനെന്തെങ്കിലും സെൻസ് ഉണ്ടോ ആ സ്റ്റേറ്റ്മെൻറ്റിന്, ഉണ്ടെങ്കിൽ അത് അക്സെപ്റ്റബിൾ ആയിട്ടുള്ളൊരു സെൻറ്റൻസ് ആയിരിക്കും. അപ്പോൾ അക്സെപ്റ്റബിൾ സെൻറ്റൻസ് മസ്റ്റ് ബി ഗ്രമാറ്റിക്കൽ, നോട്ട് ജസ്റ്റ് ഗ്രമാറ്റിക്കൽ, അത് അക്സെപ്റ്റബിൾ ആയിരിക്കണം, അതിനൊരു സെൻസ് ഉണ്ടാവണം. ഓക്കെ, ഇനി അപ്രോപ്രിയേറ്റ്നെസ് എന്ന് പറഞ്ഞാൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളൊരു സെൻറ്റൻസ്. ഇപ്പം ഒരു ടീച്ചറിനോട് സംസാരിക്കുന്നത് പോലെയല്ല നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരനോട് സംസാരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഒരു സെയിം തിങ് നിങ്ങൾ അവന് പനിയായിരുന്നു ടീച്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ആ ഒരു പ്രത്യേക എന്തൊരു റെസ്പെക്റ്റ് ഒക്കെ കൊടുത്ത് ഫോമലായിട്ടുള്ള വേർഡ്സ് ഒക്കെ യൂസ് ചെയ്ത് പറയുന്നു. അതേസമയം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ സംസാരിക്കണം, മച്ചാനോടെ എന്താ പൊതപ്പിനടി കിടപ്പുണ്ട്, അങ്ങനെ എന്തെങ്കിലും ഒരു രീതിയിലായിരിക്കും നിങ്ങൾ നിങ്ങളുടെ സ്ലാങ് ഒക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും പറയുന്നത്. അപ്പോൾ ഓരോ സിറ്റുവേഷനിൽ ഏതാണ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് എന്ന് ഒരു നേറ്റീവ് സ്പീക്കറിന് നന്നായിട്ട് അറിയണം. അത് അറിയുന്നതിലാണ് നിങ്ങളുടെ വിജയം എന്ന് പറഞ്ഞാൽ. ആസ് എ പേഴ്സൺ ടു ഇറ്റ് വിൽ ഹെൽപ്പ് ഇഫ് യു നോ വാട്ട് കൈൻഡ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ടു മേക്ക് ഇറ്റ് പെർട്ടിക്കുലർ പോയിന്റ്സ് ഓഫ് ടൈം. അപ്പോൾ ഒരു ബോസിനോട് സംസാരിക്കുന്നത് പോലെയല്ല നമ്മൾ ഫ്രണ്ട്സിനോട് സംസാരിക്കുന്നത്. അവിടെ കുറച്ചും കൂടെ നമ്മൾ ഫോമലായിട്ട് പറയും. ഫ്രണ്ട്സിനോടൊക്കെ സംസാരിക്കുമ്പോൾ ഒരു കാഷ്വൽ റിതം ഓഫ് സ്പീച്ച് ഒക്കെ വരും. അപ്പോൾ അതിനാണ് അപ്രോപ്രിയേറ്റ്നെസ് എന്ന് പറയുന്നത്. Okay, so that brings us to the end of the key concepts in linguistics. It was actually a pretty simple lesson, and you can call me or whenever we have a live class, you can ask me whatever doubts you have regarding this. But key concepts of linguistics പഠിപ്പിക്കുന്നതിന് മുന്നേ we dealt with two different schools of linguists. American school Leonard Bloomfield and Noam Chomsky. Then European linguists, ഫോർ എക്സാമ്പിൾ സ്വിസ് ലിംഗ്വിസ്റ്റ് ഫെർഡിനൻഡ് ഡി സൊസൂർ. ഒരാൾ മാത്രമേ ഉള്ളെങ്കിലും അയാളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കോൺസെപ്റ്റ്സ് കൊണ്ടുവന്നേക്കുന്നത്. ഫസ്റ്റ് കോൺസെപ്റ്റ് ലാങ് ആൻഡ് പെരോൾ, അത് സൊസൂറിൻ്റെ കോൺസെപ്റ്റാണ്. ലാങ് എന്ന് പറയുമ്പോൾ ഒരു ലാംഗ്വേജിലുള്ള എല്ലാ റൂൾസും കൺവെൻഷൻസും നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്, അതാണ് ലാങ്. ലാങ്ങിൻ്റെ 3 ക്വാളിറ്റീസ്: സോഷ്യൽ, അബ്സ്ട്രാക്ട്, ലെജിസ്ലേറ്റീവ്. പെരോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന റൂൾസ് വെച്ചിട്ട് നിങ്ങൾ ലാംഗ്വേജ് എങ്ങനെ യൂസ് ചെയ്യുന്നു, ആക്ച്വലായിട്ട് നിങ്ങൾ എഴുതുന്ന സെൻറ്റൻസസ്, പറയുന്ന വാക്കുകൾ, ഇതെല്ലാം തന്നെ പെരോളിൽ ഉൾപ്പെടും. പെരോൾ ഇസ് ഇൻഡിവിജ്വൽ, കോൺക്രീറ്റ് ആൻഡ് എക്സിക്യൂട്ടീവ്. പിന്നെ അത് കഴിഞ്ഞ് കോമ്പിറ്റൻസ് ആൻഡ് പെർഫോമൻസ്. ഇറ്റ് ഇസ് വെരി സിമിലർ ടു ലാങ് ആൻഡ് പെരോൾ. അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത നോം ചോംസ്കി ആണ്. അതിലൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. നേറ്റീവ് സ്പീക്കറിൻ്റെ സ്വന്തം ലാംഗ്വേജിനെ പറ്റിയിട്ടുള്ള വിവരത്തിനാണ് കോമ്പിറ്റൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു നേറ്റീവ് സ്പീക്കർ അയാളുടെ ലാംഗ്വേജ് എങ്ങനെ സംസാരിക്കുന്നു, എഴുതുന്നു, അതിന് അയാളുടെ ലിംഗ്വിസ്റ്റിക് പെർഫോമൻസ് എന്ന് പറയും. ദെൻ സിഗ്നിഫയർ ആൻഡ് സിഗ്നിഫൈഡ്, അഗെയിൻ എ കോൺസെപ്റ്റ് ബൈ സൊസൂർ, ഫെർഡിനൻഡ് ഡി സൊസൂർ. അയാൾ സൈൻസ്, ലാംഗ്വേജ് ഇസ് മെയ്ഡ് ഓഫ് സൈൻസ്. സൈൻസ് ഹാവ് 2 കോമ്പണൻസ്, സിഗ്നിഫയർ ആൻഡ് സിഗ്നിഫൈഡ്. സിഗ്നിഫയർ എന്ന് പറഞ്ഞാൽ ഒരു വാക്ക്, എഴുതുന്നതോ കേൾക്കുന്നതോ ആയ വാക്ക്. അത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഇമേജിനാണ്, മെൻ്റൽ ഇമേജ് ഓർ കോൺസെപ്റ്റ്, അതിനാണ് സിഗ്നിഫൈഡ് എന്ന് പറയുന്നത്. ദെൻ വി കെയിം ടു സിൻടാഗ്മാറ്റിക് ആൻഡ് പാരാഡിഗ്മാറ്റിക് റിലേഷൻഷിപ്പ്. അപ്പോൾ ലാംഗ്വേജ് ഇസ് എ സിസ്റ്റം ഓഫ് സിസ്റ്റംസ്. ദർ ആർ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് കോമ്പണൻസ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന, ഒരേ ക്ലാസ്സിൽ പെടുന്ന ഐറ്റംസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിന് പാരാഡിഗ്മാറ്റിക് റിലേഷൻഷിപ്പ് എന്നും, ഒരു ഓർഡറിൽ വരേണ്ട സാധനങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിന് സിൻടാഗ്മാറ്റിക് റിലേഷൻഷിപ്പ് എന്ന് പറയും. ദെൻ സിങ്ക്രോണിക് ആൻഡ് ഡയക്രോണിക് അപ്രോച്ചസ്, അഗെയിൻ അനദർ കോൺസെപ്റ്റ് ബൈ സൊസൂർ. ഡയക്രോണിക് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഒരു ലാംഗ്വേജിൻ്റെ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റ് പഠിക്കുന്നു. സിങ്ക്രോണിക് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഒരു ലാംഗ്വേജ് ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിൽ എങ്ങനെയായിരുന്നു അത് പഠിക്കുന്നു. ദെൻ നെക്സ്റ്റ് കോൺസെപ്റ്റ് ഗ്രമാറ്റിക്കാലിറ്റി, അക്സെപ്റ്റബിലിറ്റി ആൻഡ് അപ്രോപ്രിയേറ്റ്നെസ്, എ കോൺസെപ്റ്റ് ബൈ നോം ചോംസ്കി. അപ്പോൾ അയാൾ പറഞ്ഞ് ഗ്രമാറ്റിക്കൽ ആണെന്ന് പറഞ്ഞാൽ ഒരു ലാംഗ്വേജിലെ റൂൾസ് എല്ലാം കറക്റ്റ് ആയിരിക്കണം. അക്സെപ്റ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ റൂൾസ് മാത്രം കറക്റ്റ് ആയാൽ പോരാ, അത് കേട്ടാൽ ഒരു സെൻസ് ഒക്കെ വേണം. അപ്രോപ്രിയേറ്റ്നെസ് എന്ന് പറഞ്ഞാൽ ഓരോ കോണ്ടെക്സ്റ്റ് അനുസരിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളുടെ അല്ലെങ്കിൽ സെൻറ്റൻസസ് നമ്മൾ മാറ്റി മറിക്കണം. സോ ദിസ് ബ്രിങ്സ് us to the end of key concepts in linguistics. I hope you have a clear idea about the different key concepts, and I will send you the notes as soon as possible. So go through this video once again if you want to, and there will be a test on it soon. So thank you for joining me, and thank you for listening to this lecture, and I hope it's beneficial to you. Thank you. Bye.